നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വീണ വിജയനെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു. പക്ഷേ എന്തോ ഒരു അത്യാസന്ന നിലയിലാണ് വീണ വിജയൻ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ആരോഗ്യ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഇവരാരും ഒന്നും പറയുന്നതുമില്ല. പാർട്ടിയാണെങ്കിൽ പ്രതികരിക്കുന്നില്ല. മുൻപ് വരെ പാർട്ടി വീണയുടെ വിഷയത്തിൽ നെഞ്ചും വിരിച്ച് മുൻപോട്ട് വന്നിരുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പിന്മാറി നിൽക്കുകയാണ്. ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കട്ടായം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആ സമയത്തും ബുധനാഴ്ചയും ചോദ്യം ചെയ്യലിന് പോയില്ല എങ്കിൽ എന്തായിരിക്കും വീണ വിജയന്റെ കാര്യത്തിൽ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നിലപാട്? വീണ വിജയൻ അത്യാസന്ന നിലയിൽ തന്നെയാണ്. അത് നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു പതിറ്റാണ്ട് 10 വർഷക്കാലം കേരളത്തിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു ബംഗ്ലാവ് എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു രാജകൊട്ടാരം, ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസിൽ വലിയ പരിവാരങ്ങളോടെ കഴിഞ്ഞ ഒരു രാജകുമാരി. പിന്നീട് പിണറായി വിജയന് ഒരു മരുമകൻ ക്ലിഫ് ഹൗസിലേക്ക് കയറി വരുന്നു. ക്ലിഫ് ഹൗസിനെ ഒരു വിവാഹ വേദിയാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ആ ക്ലിഫ് ഹൗസ് ഒരു വിവാഹവേദിയായി, അതൊരു മണിയറയൊരുങ്ങുന്ന ഒരു വലിയ നക്ഷത്ര തുല്യമായ ഒരു സംവിധാനങ്ങളിലേക്ക് അതിനെ മാറ്റി. അങ്ങനെ വീണ വിജയൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിറം പിടിച്ച ദിവസങ്ങളായിരുന്നു ആ ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞുപോയത്. മരുമകനെ കിട്ടി. മരുമകനെ മാത്രമല്ല, ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് നേരെ നോക്കിയാൽ ഒരു വലിയ മന്ത്രിമന്ദിരമുണ്ട്. മന്ത്രിക്ക് വളരെ വിശാലമായി താമസിക്കാൻ കഴിയുന്ന വളരെ ആഡംബര സമൃദ്ധമായൊരു ബംഗ്ലാവ്. അവിടെ മകളെയും മരുമകനെയും പിണറായി വിജയൻ താമസിപ്പിച്ചു. പിണറായി വിജയന് മകളോട് വലിയ കരുതലുണ്ട്. മകനെ ദുബായിലേക്ക് വിട്ടു. ഈ മകളെ എപ്പോഴും ഒപ്പം നിർത്തി തൻ്റെ കൺമുന്നിൽ വാത്സല്യത്തോടെ വീണ വിജയനെ നോക്കണമെന്നുള്ള ആഗ്രഹം ഒരു പിതാവെന്ന നിലയിൽ പിണറായി വിജയനിൽ ശക്തമാണ്. വീണ വിജയൻ്റെ മകൻ, നമുക്കറിയാം, ആദ്യം ഒരു വീണ വിജയന് ഒരു വിവാഹമൊക്കെ കഴിച്ചിരുന്ന ഒരു മകനുണ്ട്. ആ മകനെ വലിയ കാര്യമാണ് പിണറായി വിജയന്. ആദ്യം 2016 പിണറായി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് വീണ വിജയനെ മിക്ക മീറ്റിങ്ങുകളിലേക്ക് വിളിക്കും, കൊച്ചുമകനെ ഒപ്പം നടത്തും. സ്വപ്ന സുരേഷ് ഒരിക്കൽ പറഞ്ഞിരുന്നു, വളരെ വിശാലമായ നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവിടെ വീണ വിജയൻ്റെയും കമലയുടെയും സാന്നിധ്യമുണ്ടെന്ന്. ഭാര്യയെ മകളെ അത്രയേറെ ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ ഒരു അച്ഛൻ, ഒരു ഭർത്താവ്. ആ നിലയ്ക്ക് അന്ന് പിണറായി വിജയനെ പലരും വാഴ്ത്തി. അമേരിക്കയിലൊക്കെ ഫസ്റ്റ് ലേഡിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അത്തരം ഒരു കൾച്ചർ ഇവിടെയും അവലംബിക്കുന്നുവോ എന്നൊരു സംശയം. ആ ഫസ്റ്റ് ലേഡി, ഫസ്റ്റ് ഡോക്ടർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് വീണ വിജയൻ അധികാരത്തിലേക്ക് കടന്നു കയറുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഈ അധികാരത്തിലേക്ക് വീണ വിജയനും കമലയും ഒക്കെ എത്തി നോക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നത് സ്വപ്ന സുരേഷിനെ പോലുള്ളവരാണ്. പ്രത്യേകിച്ച് ഫോറിൻ സ്ഥാനപതിമാർ കേരളത്തിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ കമല എത്തുന്നു. അവരിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നു. അവരെ കോവളത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച ഒരുക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൻ്റെ പ്രഥമ കുടുംബം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ കുടുംബം ഭരണം, അധികാരം, നയതന്ത്രം, മറ്റ് രാജ്യങ്ങളുമായുള്ള ഇടപെടലുകൾ, നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ച, വ്യവസായികൾ, വ്യാപാരികളും ഒക്കെയായുള്ള സൗഹൃദങ്ങൾ, ഇതിലൊക്കെ ഈ കുടുംബം പൂർണ്ണമായി ഇഴുകിച്ചേർന്നിരുന്നു. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് വീണ തിരുവനന്തപുരത്തെ തൻ്റെ വാസം ഉറപ്പിച്ചത്, ഒരു പതിറ്റാണ്ട് ജീവിച്ചത്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സർവ്വ അധികാരവും കൈയാളുന്ന ഒരച്ഛൻ, വീട്ടിൻ്റെ ഒരു വിളിപ്പുറത്ത് വലിയ പോലീസ് സന്നാഹം. നമുക്കറിയാം, MR അജിത് കുമാറൊക്കെ എപ്പോഴും പിണറായി വിജയൻ്റെ ഒരു വെളിപ്പാട് അകലെയുണ്ട്. അന്ന് പിണറായി വിജയനൊക്കെ എങ്ങോട്ടെങ്കിലും ഒന്നിറങ്ങുമ്പോൾ വലിയ പോലീസ് പരിവാരം. അത് പിണറായി വിജയന് മാത്രമല്ല, വീണയ്ക്കും കമലയ്ക്കും ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ വീണ വിജയനെ സംബന്ധിച്ച് 2 സംരക്ഷണ വലയം. ഒന്ന് പിതാവ് മുഖ്യമന്ത്രി, ഭർത്താവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അപ്പോൾ തീർച്ചയായും ഇത്രയേറെ കേരളത്തിൽ ആഡംബര സമൃദ്ധിയോടെ, അധികാര തിമിർപ്പോടെ കഴിഞ്ഞ മറ്റൊരു കുടുംബമില്ല. കേരളത്തിലെ സാധാരണക്കാരൊക്കെ വലിയ അസൂയയോടെ ആ കുടുംബത്തെ നോക്കിക്കണ്ടു. ഒരുപാട് കണ്ണീർ കിട്ടിയിട്ടുണ്ട് ആ കുടുംബത്തിന്. അപ്പോൾ ഈ അസൂയ, കണ്ണീർ, അതിൻ്റെയൊക്കെ ഒരു ഫലമാണിപ്പോൾ പിണറായി വിജയനും കുടുംബവും അനുഭവിക്കുന്നത് എന്ന് ചില ജ്യോത്സ്യന്മാർ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും
ബേക്കറി ജംഗ്ഷനിലെ ആ വീട്ടിൽ ചില പൂജാവിധികളൊക്കെ നടന്നിരുന്നു. റെയ്ഡ് കഴിഞ്ഞ് വീണ വിജയൻ അത്യാസന്ന നിലയിലായി എന്ന് പറയുന്നത് വെറുതെയല്ല. ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു പശ്ചാത്തലമാണ്. റെയ്ഡ് കഴിഞ്ഞതിൽ പിന്നെ വീണ വിജയന് വലിയ മിണ്ടാട്ടമില്ല എന്നാണ് പിണറായി വിജയൻ്റെ സിൽപ്പന്തികൾ AKG സെൻറ്ററിലും മറ്റിടങ്ങളിലും ഒക്കെ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. നമുക്ക് ഈ തിരുവനന്തപുരത്ത് ഒരുപാട് കിംവദന്തികൾ കേൾക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കിംവദന്തികളിൽ വീണ വിജയൻ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എന്നുള്ള കിംവദന്തിയാണ് ഏറ്റവും ശക്തം. ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ഒരു മാനസിക പിന്തുണ കൊടുക്കേണ്ടത് മുഹമ്മദ് റിയാസാണ്. സാധാരണ കേരളത്തിൽ നമ്മൾ പെൺമക്കളെ കെട്ടിച്ചു വിട്ട കെട്ടിക്കൊണ്ടു പോകുന്ന പുരുഷൻ അവളെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും. വളരെ സുരക്ഷിതമായി ആ പെണ്ണിനെ നോക്കും. പക്ഷേ ഇവിടെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുക മുഹമ്മദ് റിയാസ്. പിണറായി വിജയൻ്റെ സംരക്ഷണയിലാണ് ഈ ബേക്കറി ജംഗ്ഷനിൽ വീണ വിജയനുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ അനുഭവിക്കുന്ന ഒരു ദുരന്തമുണ്ടല്ലോ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED റെയ്ഡിനെത്തിയപ്പോൾ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലാണ് വീണ വിജയൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഇരിക്കുന്നത്. പിണറായി വിജയൻ്റെ മകളുടെ ഫയലുകൾ, അവരുടെ കമ്പ്യൂട്ടർ, CD ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേന്ദ്ര അന്വേഷണ ഏജൻസി പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി മേഞ്ഞു. ഇത് കണ്ട് പാർട്ടിക്കാരിളകി. പിണറായി വിജയൻ്റെ മകൾ പാർട്ടിയുടെ മകളാണ് എന്ന് ഉറക്കെ കേരളത്തോടൊന്ന് വിളിച്ചു പറഞ്ഞ ബിനീഷ് കോടിയേരിയാണ്. അന്നാണ് കേരളം തിരിച്ചറിയുന്നത് പാർട്ടിക്കൊരു മകളുണ്ട് എന്ന്. പെട്ടെന്ന് മകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സഖാക്കൾ കളത്തിലിറങ്ങി, തെരുവിലിറങ്ങി, EDയുടെ കാറടിച്ച് പൊട്ടിച്ചു, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അതിൻ്റെ ദുരന്തം ഇപ്പോഴും അനുഭവിക്കുന്നു. അത് ഒരു വശം. പക്ഷെ മറുവശത്ത് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ മരുമകൻ നോക്കണ്ടേ? ഇത് വീണ്ടും അച്ഛൻ്റെ തലയിലേക്ക് ഇട്ടാലോ? പക്ഷെ പിണറായി വിജയന് പ്രത്യേക ശുശ്രൂഷയൊക്കെ വേണം. വാർദ്ധക്യ സഹിതമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഇത്തരം ഘടകങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത്. പ്രതിപക്ഷ നേതാവാക്കുമ്പോൾ ചില ഗുണങ്ങൾ കിട്ടും. ഒന്ന്, വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സർവ്വ ചെലവും സർക്കാർ വഹിക്കും. കാരണം പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കിലുള്ളയാളാണ്. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിനൊക്കെ അർഹനാണെങ്കിലും ഇതിന് ഒരു പ്രീമിയം കാറ്റഗറിയിൽ ചികിത്സിക്കാനും വളരെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനും മയോ ക്ലിനിക്കിലെ ഏറ്റവും മുന്തിയ റൂമിൽ താമസിക്കാനും അതിനുള്ള ചിലവൊക്കെ സംസ്ഥാന സർക്കാരിന് വഹിക്കാൻ കഴിയും. അതൊരു വശം. മറ്റൊന്ന്, പാർട്ടിയെ സംബന്ധിച്ച് പിണറായി വിജയന് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു 25ഓളം സ്റ്റാഫിനെ വെക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുന്നെടുത്ത് കൊടുക്കാൻ, അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യത്തിന് പരിവാരം കിട്ടും. ഈ 10 വർഷം ഇത്രയധികം പരിവാരത്തോടെ ജീവിച്ച ഒരാൾ പെട്ടെന്ന് 1-2 ജീവനക്കാരുടെ സഹായത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതത്ര നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പാർട്ടി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി കാര്യങ്ങൾ നടത്താൻ ഉപനേതാവായി നമ്മുടെ പഴയ ധനകാര്യമന്ത്രി ബാലഗോപാലിനെ വെച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അങ്ങനെ പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോൾ ഇപ്പോൾ വീണ വിജയനെ വളഞ്ഞിട്ട് വീഴ്ത്തിയാൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ വീഴുമെന്നും അതോടെ ഇവിടുത്തെ പ്രതിപക്ഷം ശിഥിലമാകുമെന്നും CPM പ്രതിരോധത്തിലാകുമെന്നും BJP കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. കൃത്യമായ തെളിവുകളോടെയാണ് ED എത്തി നിൽക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. വീണ വിജയനോട് ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യാൻ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അവരിന്ന് ഭയപ്പെട്ട് പോയില്ല. അത്യാസന്ന നിലയിൽ തന്നെയാണ്. കാരണം വെപ്രാളം, പിച്ചും പേയും പറച്ചിൽ, ഭയം. അച്ഛൻ എത്ര ചേർത്ത് പിടിച്ചിട്ടും മകൾക്ക് വെപ്രാളമാണ്. അതൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇത്തരമൊരു അവസ്ഥയിൽ ഒരു സ്ത്രീയെ എങ്ങനെ കൊച്ചിയിലെ ED സോണൽ ഓഫീസിലേക്ക് അയക്കും? മുമ്പായിരുന്നെങ്കിൽ ആ പാർട്ടി സഖാക്കളെ നമുക്ക് ED ഓഫീസിന് ചുറ്റും വലയം തീർക്കാൻ നിർത്താമായിരുന്നു. വീണ വിജയനെ അറസ്റ്റ് ചെയ്തു എന്ന് ED പ്രഖ്യാപിക്കുന്ന ആ നിമിഷം ED ഓഫീസ് ആക്രമിച്ച് തകർത്ത് വീണയെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി സഖാക്കളൊക്കെ ഭയപ്പെട്ടു. അവരൊക്കെ മാറി നിൽക്കുകയാണ്. ഈ വല്ലാത്ത ഘട്ടത്തിൽ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വീണയെ വീണ്ടും EDയുടെ വലയിലേക്ക് വലിച്ചെറിയുന്നത്? അങ്ങനൊരു അച്ഛൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മറുവശത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ഇതിലുണ്ട്. EDയുടെ ലക്ഷ്യം വീണ വിജയനല്ല. വീണ വിജയനായിരുന്നു EDയുടെ ലക്ഷ്യമെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവർ വീണയെ അറസ്റ്റ് ചെയ്തേനെ. വീണയെ മുൻനിർത്തി അവർ ക്യാറ്റ് ആൻഡ് മൗസ് കളിക്കുകയാണ്. വീണയെ വീഴ്ത്തും, അതിൽ സംശയമില്ല. പക്ഷേ ED അവരുടെ വിശാല ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലേപ്പോൾ അത് നമുക്ക് ചില തെളിവുകളിൽ നിന്ന് മനസ്സിലാകും. ഒന്ന്, EDയെ പിടികൂടാനായി ED വീണയെ പിടികൂടാനായി സർവ്വസന്നാഹങ്ങളും ഒരുക്കി നിൽക്കുന്നു. ബുധനാഴ്ച ഫൈനൽ കോൾ കൊടുത്തിരിക്കുക, ലാസ്റ്റ് ഡേ.
അന്ന് ED സോണൽ ഓഫീസിൽ എത്തിയില്ല എങ്കിൽ പാരലായിട്ട് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് വീണയെ അറസ്റ്റ് ചെയ്യും. വീണ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്നറിയാൻ ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വീണയുടെ ചുറ്റും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. വീണയുടെ എല്ലാ നീക്കങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ED വലയിലായി, പൂർണ്ണമായും ED വലയിൽ കിടന്ന് പിടയുകയാണ്. മറുവശത്ത് CPM എന്ന പാർട്ടി അടക്കി ഭരിച്ച, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച, കേരളത്തിലെ ജനങ്ങളും സമൂഹ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒട്ടനവധി ആരോപണങ്ങൾ ഉയർത്തിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളാണ്. ഇവിടുത്തെ കേസ് എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് എക്സാലോജിക്കും CMRL കമ്പനിയും തമ്മിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ്. ഇവിടെ ഈ കേസിനൊരു ഒക്കറൻസ് ഉണ്ട്. കേസിലെ ഒക്കറൻസ് ആണ് ഇതിൻ്റെ പ്രഥമ വിഷയം. കള്ളപ്പണ ഇടപാട് എന്ന് പറയുന്നത് EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു ഘട്ടം മാത്രമാണ്. അതിൽ ED കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ED ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കുന്നു എന്ന തലത്തിൽ മാത്രം ഈ സംഭവത്തെ ഒതുക്കുന്നത്? ED തന്നെ വ്യക്തമാക്കി ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ CMRLൻ്റെ ഹർജി കോടതി പരിഗണനയ്ക്കെടുത്തപ്പോൾ ED അഭിഭാഷകൻ പറഞ്ഞൊരു വാദമുഖമുണ്ട്. ഇത് ഒരു വലിയ ക്രിമിനൽ സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ്. ഒരു വലിയ ക്രിമിനൽ ആക്ടിവിറ്റി, ഒരു വലിയ ക്രിമിനൽ കേസ് നടന്നിരിക്കുന്നു, വലിയൊരു അഴിമതി. വീണ വിജയൻ നേതൃത്വം കൊടുത്ത എക്സാലോജിക് എന്ന കമ്പനി യാതൊരുവിധ സേവനവും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് 2,78,00,000 രൂപ, അവരുടെ മറ്റൊരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി വാങ്ങിയെടുത്തു. ഇതാണ് കേസ്. ഈ പണം അനധികൃതമായി വീണ വിജയൻ കൈപ്പറ്റി. ഇത് കള്ളപ്പണമാണ്. ഈ പണം ബാങ്കിലൂടെ അയച്ച് ഇതിൻ്റെ കള്ളപ്പണ സ്വഭാവം മാറ്റാനുള്ള ശ്രമമാണ് എക്സാലോജിക് നടത്തിയത്. എന്ന് പറഞ്ഞാൽ അവർ സേവനം ചെയ്യാതെ പണം കൈപ്പറ്റി. പിന്നീട് ഈ പണം എന്ത് ചെയ്തു? ബാങ്കിൽ വന്ന ഈ പണത്തിൻ്റെ മറവിൽ എന്താണ് നടന്നത്? ഇതാണ് അതിൻ്റെ പ്രഥമ ഒരു ക്രൈം പോയിന്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പണം എത്തിയത്? വീണ വിജയൻ്റെ പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് കരിമണൽ കമ്പനി അനധികൃത ഖനനം ആലപ്പുഴ മേഖലയിൽ നടത്തി. അവർ ആ അനധികൃത ഖനനത്തിലൂടെ നേടിയെടുത്തത് കോടാനുകോടികളാണ്. 1000 കോടിയിലധികം രൂപ അവിടെയുള്ള ഖനനത്തിലൂടെ കരിമണൽ കർത്തയുടെ കമ്പനി നേടിയെടുത്തു. അതിനുള്ള പ്രതിഫലമാണ് ഈ 2,78,00,000 രൂപയും 50 ലക്ഷം രൂപയും. പക്ഷേ ED സംശയിക്കുന്നത് ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. വീണ വിജയന് ഇത്രയും പണം ആയിരിക്കില്ല കൈമാറിയത്. വീണ വിജയന് കോടാനുകോടി കൈമാറിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ പണം എവിടെ? അത് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ അഴിമതി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അഴിമതി അന്വേഷിക്കാനുള്ള അധികാരപരിധി EDക്കില്ല. നേരത്തെ ഈ കേസ് അന്വേഷിച്ച SFIOയ്ക്ക് ഇല്ല. നേരത്തെ ഈ കേസ് അന്വേഷിച്ച ആദായ നികുതി വകുപ്പിനില്ല. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം ബോർഡും പിന്നീട് SFIOയും ഇപ്പോൾ EDയും അടിവരയിട്ട് പറയുന്നത് കള്ളപ്പണ ഇടപാട് നടന്നു, ചെയ്യാത്ത സേവനത്തിന് വീണ പ്രതിഫലം കൈപ്പറ്റി. ഇത് അഴിമതി നിരോധന പ്രകാരം കേസെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ വലിയൊരു സാധ്യത ഈ കേസിലൂടെ തുറന്നിടുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഈ സന്ദർഭത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ ഇനി അടുത്ത പോംവഴി എന്ന് പറയുന്നത് CBI എത്തുക എന്നത് മാത്രമാണ്. പക്ഷെ CBIയെ നേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കും CPM. അത്തരമൊരു സാഹചര്യം ബോധപൂർവം ഒഴിവാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കാരണം CBI കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഈ കേസിലേക്ക് പറഞ്ഞു വിട്ടാൽ വീണ വിജയനെയും പിണറായി വിജയനെയും കുരുക്കാനായി CBIയെ ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപം ഉയർത്തും. അത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ തന്ത്രപരമായാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ഇത് ഉറപ്പിക്കണമെങ്കിൽ നമുക്കിവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങളൊന്ന് നിരീക്ഷിക്കണം. ഞാൻ നേരത്തെ വിശദീകരിച്ച ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച ഇത്രയേറെ ആരോപണങ്ങൾ കേട്ട പിണറായി വിജയനെതിരെ ഏറ്റവും രൂക്ഷമായ ആരോപണ മാസപ്പടി കേസ്. ഈ മാസപ്പടി കേസിൽ എന്തുകൊണ്ട് വീണ വിജയനോട് ഇന്ന് ഹാജരാകാൻ ED ആവശ്യപ്പെട്ട് വീണ വിജയൻ ഹാജരാവാതിരുന്നിട്ടും ഒരു പ്രതികരണം പോലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്താത്തത്? ഒരു പ്രതികരണം പോലും UDF മന്ത്രിസഭയിലെ ഒരൊറ്റ മന്ത്രി പോലും നടത്താത്തത്? ഒരു പ്രതികരണം പോലും VD സതീശൻ എന്ന മുഖ്യമന്ത്രി നടത്താത്തത്?
അപ്പോൾ ആത്യന്തികമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എങ്ങോട്ടേക്കാണ് ചലിക്കുന്നത് എന്ന ഭയം UDFിനെയും വേട്ടയാടുന്നുണ്ട്. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് അതൊരു രാഷ്ട്രീയ സംഭാവനയാണ് എന്ന് നേരത്തെ UDF നേതാക്കൾ പറഞ്ഞിരുന്നു. ഇവിടെ തന്ത്രപരമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം ആത്യന്തികമായി UDFിനെയും വെട്ടിലാക്കും. ഇത് EDയിൽ നിന്ന് CBIയിലേക്ക് എത്താൻ അധിക സമയം വേണ്ടിവരില്ല. ഇവിടെ CPM ഇപ്പോൾ അവലംബിക്കാൻ പോകുന്ന രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്ത് വീണ വിജയൻ അറസ്റ്റിലായി കഴിയുമ്പോൾ കർത്തയുടെ 182 കോടി എവിടെ പോയി, എന്തുകൊണ്ട് ഇരട്ട നീതി? അതിലൊരുപക്ഷെ PV കൂടി വീഴും. കാരണം PV എന്തായാലും വീഴും. വീണ വിജയൻ കുടുങ്ങിയാൽ അത് പിണറായി വിജയൻ്റെ അറസ്റ്റിലേക്ക് കലാശിക്കും. വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ പിണറായി വിജയൻ അറസ്റ്റിലാകും എന്ന് പിണറായി കുടുംബത്തിന് വ്യക്തമായി അറിയാം. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. ഒരുപക്ഷെ വീണ്ടും അമേരിക്കയിലേക്ക് പിണറായി വിജയൻ ചികിത്സാർത്ഥം പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സങ്കീർണമായ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, ഇത് ഈ സംഭവത്തിൻ്റെ ഒരു വശം. ഒരു മറുവശം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വളരെ ഗൗരവതരമായൊരു തലമുണ്ട്. ഈ 2,78,00,000 രൂപയെ 50 ലക്ഷവുമല്ല അതിലപ്പുറം കള്ളപ്പണമായി പണം വീണ വിജയനും സംഘത്തിനും കൈമാറിയിട്ടുണ്ടാകും. SFIO ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. SFIO ദുബായിലുള്ള ചില ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. അന്നൊരു പ്രമുഖരായ പ്രവാസി വ്യവസായി ഇടപെട്ട് അത് അട്ടിമറിക്കുകയും ചെയ്തു. കാരണം ദുബായിലൊക്കെ വലിയ സ്വാധീനമുള്ള പ്രവാസി വ്യവസായി അന്വേഷണം ദുബായിലേക്ക് കടന്നു വരാതെ സർവ്വതന്ത്രങ്ങളും പയറ്റി. ഈ അടുത്ത ദിവസം നമുക്കറിയാം, രാഹുൽ എന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ കൊച്ചിയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അന്ന് SFIO ED ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടന്നിരുന്നു. അന്ന് SFIO പറഞ്ഞു, ഞങ്ങൾ മുൻപ് ദുബായ് കേന്ദ്രീകരിച്ചുള്ള ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ റെയ്ഡിൽ കിട്ടിയ ചില രേഖകൾ കൂട്ടി വായിച്ചപ്പോൾ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ചില ഇടപാടുകളുടെ സൂചനകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടി. അപ്പോൾ CMRൽ കരിമണൽ കർത്തയുടെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് ദുബായ് ബാങ്കുകളിലേക്ക് പണം പോയി, അവിടെ ഏതൊക്കെ തലങ്ങളിൽ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ദുബായ് അക്കൗണ്ടുകളിലുണ്ടായി, ഇതറിയണമെങ്കിൽ ദുബായ് സർക്കാരിൻ്റെ പരിപൂർണ്ണ പിന്തുണ വേണം. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഒരു കാര്യത്തിന് UAE എംബസിയെ സമീപിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തോട് UAE അധികൃതർക്ക് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് ആവശ്യം ഉന്നയിക്കണം എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരാഴ്ച വളരെ കൃത്യതയോടെ ചില ഫോറൻസിക് പരിശോധനകളും നടക്കുന്നുണ്ട്, ബാങ്കിങ് സംബന്ധമായ ഇടപാടുകൾ പരിശോധിക്കാൻ. അതിൽ ഏതൊക്കെ തലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വിജയിച്ചു എന്ന് നമുക്കറിയില്ല. കാരണം ഇത് അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങളാണ്. ഈ നീക്കങ്ങളുടെ ആത്യന്തിക ഫലം എന്താണ്? അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്താണ്? ഇത് വളരെ ഗൗരവതരമായ ഒരു കേസാണ് എന്ന് ആവർത്തിച്ച് ED കോടതിയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര മാനം ഈ കേസിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വീണ വിജയനോട് ഇന്ന് ഹാജരാകാൻ പറഞ്ഞപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി വീണ വിജയൻ പറഞ്ഞു, ഞാൻ അഭിഭാഷകനെ അയക്കാം, നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും കൊടുത്തുവിടാം. പക്ഷെ അക്കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ട് ED വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് വീണ്ടും സമൻസ് അയച്ചു. ബുധനാഴ്ച ഹാജരാകണം. ബുധനാഴ്ച വീണ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും പാരലായിട്ട് ED ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വീണ വിജയൻ അറസ്റ്റിലാവുമ്പോൾ ഇതിലപ്പുറം എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടാകും, ഇത് ഏതൊക്കെ തലങ്ങളിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കും, EDയുടെ നീക്കങ്ങൾ എന്തൊക്കെയാവും, വളരെ സ്ഫോടനാത്മകമായ ഭയാനകമായ ഒരു അന്വേഷണത്തിന് കേരളം പോലൊരു സംസ്ഥാനത്തൊരു കേന്ദ്ര ഏജൻസിക്ക് കഴിയുമോ? ഇത്തരം ചില അന്വേഷണങ്ങൾ നമ്മൾ മുമ്പ് റേഷൻ ഇടപാടിലൊക്കെ പശ്ചിമ ബംഗാളിൽ കണ്ടിരുന്നു, മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടിരുന്നു. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തെലങ്കാനയിൽ നമ്മൾ ഇത്തരം നീക്കങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏറ്റവും മാരകമായ ഒരു നീക്കമാണ് നടക്കുന്നത്. അതിൽ ഏതൊക്കെ തലങ്ങളിലേക്ക് ഈ കേസ് കടന്നു കയറുമെന്ന് ഒരുപക്ഷെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമുക്കറിയാം. ഒരാഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും.
വീണ വിജയൻ ICUയിലേക്കോ വെന്റിലേറ്ററിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സെറ്റ് ഇടാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് ചിലരുടെയൊക്കെ അറസ്റ്റിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് സെറ്റിട്ട് അവിടെ പാർപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ മകൻ അബുദാബിയിലാണ്, അവിടെ ഒരു ബാങ്കിലാണ്. മുൻപ് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഈ ഒരു സംശയം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ വിവേകിൻ്റെ അവിടുത്തെ ഇടപാടുകളെ കുറിച്ചൊരു അന്വേഷണം വേണം. കാരണം അധികം ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ഒരാളല്ല വിവേക്. പിണറായി അവിടേക്ക് പോയി കാണുന്ന ഒരാളാണ്. മകനെ പരിപൂർണമായും വിവാദങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചു നിർത്താനുള്ള എല്ലാ നീക്കങ്ങളും പണ്ട് മുതൽ തന്നെ പിണറായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഈ പറയുന്ന ഇതിനു മുൻപ് EDയുടെ ഒരു സമൻസ് മകന് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അന്ന് പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട്, മകൻ വീട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്, അതുപോലെ ഒരാളെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നെ ലക്ഷ്യം വെച്ചാണ്. ഇത് മക്കൾക്ക് നേരെ വരുമ്പോൾ പിണറായി എല്ലായ്പ്പോഴും പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ്. എന്നെ വേട്ടയാടാൻ, എൻ്റെ പാർട്ടിയെ വേട്ടയാടാൻ, എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇതത്ര നിസ്സാരമായി കാണേണ്ട ഒന്നാണോ? ഈ നിരന്തരം മക്കൾക്ക് നേരെ ഈ ആരോപണം വരുമ്പോൾ കേരളത്തിൽ ഇതിനു മുൻപും ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരൊക്കെ ഇരുന്നിട്ടുള്ളതല്ലേ? അല്ല, പിണറായി വിജയനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ, മകൾ അദ്ദേഹത്തിന് ഒരുപാട് ജീവനാണ്. അപ്പോൾ എക്സാലോജി കമ്പനി ബംഗളൂരുവിൽ തുടങ്ങുമ്പോൾ പിണറായി വിജയൻ മകളെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. നമുക്ക് പൂർണ്ണമായി ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനാണ് എക്സാലോജിക്ക് എന്നൊരു തട്ടിക്കൂട്ട് കമ്പനി ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയതെന്നൊന്നും പറയുക വയ്യ. കാരണം നേരത്തെ രവി പിള്ളയുടെ കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു വീണ. അവിടെ നിന്ന് രവി പിള്ളയെ പോലെ ഒരു സാമ്രാജ്യം പടുത്തുയർത്താമെന്ന മോഹം ഏതൊരാൾക്കും ഉണ്ടാകുമല്ലോ. അങ്ങനെയാണ് ബംഗളൂരിലേക്ക് പോകുന്ന എക്സാലോജിക്ക് തുടങ്ങുന്നത്. എക്സാലോജിക്ക് പക്ഷേ ഈ പരിപാടി നടത്തി പരിചയം വേണമല്ലോ, ബിസിനസ്. അതിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഇത് കൂപ്പുകുത്തി. ഈ കമ്പനിയെ ഒന്ന് കൈപിടിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വം ഒരു പക്ഷേ ഒരച്ഛൻ എന്ന നിലയിൽ പിണറായി വിജയൻ ഉണ്ടാവാം. എന്തായാലും അത് ശശിധരൻ കർത്തയിലൂടെ കുറച്ച് പണം അങ്ങോട്ട് ചാനലൈസ് ചെയ്തു. ദുബായിലേക്ക് പണം ഒഴുകിയോ ഇല്ലയോ നമുക്ക് തെളിവില്ല. ആ പണം കൈമാറിയതിൽ, ആ പണം കൈകാര്യം ചെയ്തതിൽ ഒക്കെ ഒരുപാട് പക്വതയില്ലായ്മ വീണ കാട്ടുകയും ചെയ്തു. അതാണിപ്പോൾ ഇത്ര വലിയ കെടുതിയിൽ ചെന്ന് അവസാനിച്ചത്. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. അവർ വളരെ തന്ത്രപരമായ ഒരു കെണിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഒരുക്കിയിരുന്നത്. ഇന്ന് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. തിങ്കളാഴ്ച ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയെ ചോദ്യം ചെയ്യുന്നു. CMRLൻ്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. ചൊവ്വാഴ്ചയും CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഒരു സീക്വൻസ് ആണ് അവർ പദ്ധതിയിട്ടത്. അതെന്തിനാണ് എന്ന് വെച്ചാൽ, വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ ചില മൊഴികൾ അവർക്ക് ലഭിക്കും. ആ മൊഴികൾ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അവർക്ക് കൃത്യമായി എടുക്കാൻ കഴിയും. അതിനെ സാബട്ടാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ വിജയൻ അവധി ചോദിച്ചത്. അപ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടക്കുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ഇനി EDക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അവർക്ക് ഓൾറെഡി സമൻസ് കൊടുത്തു. അവർ വരും, അവർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ CMRL ഉദ്യോഗസ്ഥരോട് ED ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം ഇപ്പോൾ വീണയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരവും ചൊവ്വാഴ്ച വൈകുന്നേരവും വലിയ അഭിഭാഷക സംഘം ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങുന്ന ED ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്താണ് ED ചോദിച്ചറിഞ്ഞത് എന്നതിൻ്റെ ഒരു വിശദാംശങ്ങൾ എഴുതി തയ്യാറാക്കും. അത് കൃത്യമായി ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം എന്ന് വീണയെ അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇനി ED ചോദ്യം ചെയ്യലിലേക്ക് വിടും. അതിന് പരമാവധി ദിവസം പ്രതീക്ഷിച്ചിരുന്നു വീണ വിജയൻ. പക്ഷെ ഇവിടെ തിങ്കളും ചൊവ്വയും CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടി വെളുക്കുമ്പോൾ ബുധനാഴ്ചയായി. അല്ലെങ്കിൽ നേരത്തെ ചൊവ്വാഴ്ച തന്നെ എറണാകുളത്തെത്തി ഈ പരിശീലന സെക്ഷൻ പൂർത്തിയാക്കണം. അപ്പോൾ വലിയൊരു സമയം ലഭിക്കില്ല. ഈ മൊഴികളിലെ വൈരുദ്ധ്യം വെച്ചിട്ട് വേണം പിന്നീട് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ. അപ്പോൾ തന്ത്രം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മെനഞ്ഞെങ്കിലും അതിനെ മറ്റൊരു തലത്തിൽ അട്ടിമറിക്കാനാണ് വീണ വിജയൻ ശ്രമിച്ചത്. പക്ഷെ ഇവിടെ വലിയൊരു ബെനഫിറ്റ് ഇപ്പോൾ EDക്ക് കിട്ടി. EDയെ അട്ടിമറിക്കാനാണ് വീണ ശ്രമിച്ചതെങ്കിലും ഇപ്പോൾ EDയുടെ കോർട്ടിലായി പന്ത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്നു. ബുധനാഴ്ച ആത്യന്തികമായി വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണയെ കുരുക്കിട്ട് പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ബുധനാഴ്ച രാവിലെ കൊച്ചിൻ ED സോണൽ ഓഫീസിൽ നിന്നൊരു സംഘത്തോട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടാവാം. അന്ന് വീണ ഹാജരാവാതിരുന്നാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. വലിയ വിവാദമൊക്കെ ഉണ്ടാകും. പക്ഷേ EDയെ സംബന്ധിച്ച് ഇതിൽ ഒരിത്തിരി കലി തീർക്കലും കൂടി ഉണ്ടാവും. കാരണം ഇവിടെ
അതുമാതിരി അവരെ ആക്രമിച്ച് ആക്ഷേപിച്ച് വിട്ടതാണ്. എല്ലാ മനുഷ്യരിലും ഒരു ഇതുണ്ടാവുമല്ലോ, ആത്മരോഷം ഉണ്ടാവുമല്ലോ. ആത്മരോഷം കണ്ടാണ് വീണ പിടയ്ക്കുന്നത്, വീണ വിറയ്ക്കുന്നത്. ഒരു പരിധിവരെ ആശുപത്രിയിൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. ആശുപത്രിയിലേക്കുള്ള യാത്ര എപ്പോൾ വേണമെങ്കിലും നടത്താം. പക്ഷെ അത് അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇവിടെയാണ് ആ ഒരു സ്ത്രീ എന്ന നിലയിൽ വീണയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ ക്ലിഫ് ഹൗസിലെ ആഡംബര സമൃദ്ധിയിൽ നിന്ന് ഒരു ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലേക്ക് മാറുന്ന ഒരു ഘട്ടം ഇപ്പോൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചില പത്രലേഖകർ ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ പോയി എത്തി നോക്കി. ഇവിടെ ഒന്നും ആരുമില്ല, 1-2 പേര് ആ വീടിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുന്നുണ്ട്. പാർട്ടി നേതാക്കളൊന്നും അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. പിണറായി വിജയനും കുടുംബവും കഥ കടച്ചകത്ത് തന്നെ ഇരിക്കുകയാണ്. റിയാസ് പോലും അധികം വരുന്നില്ല. കാരണം 1 തോൽവി, 2 എങ്ങനെ പ്രതാപത്തിൽ കഴിഞ്ഞതാണ്. നേരത്തെ പിണറായി വിജയന് ചുറ്റും എപ്പോഴും ദേശാഭിമാനിയിലും കൈരളിയിലും നമുക്ക് ഒരുപാട് ജീവനക്കാരും സഹായികളും ഒക്കെ ഉണ്ടായിരുന്നു. AK സെൻറ്ററിലെ സഹായികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ ഈ ജീവിതത്തിൽ ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടുന്ന ഒരു കുടുംബം അവർ ഒറ്റപ്പെട്ടു പോകുമ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. പക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ കമൻറ്റുകൾ നമ്മൾ കാണുന്നു. ഇതൊക്കെ പിണറായി വിജയന് ചരിത്രം കാത്തുവെച്ചതാണ്, വിധി കാത്തുവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ. അതൊക്കെ ശരിയാവാം. പക്ഷേ മറ്റൊരു തലത്തിൽ അവരുടെ ഒരു മാനസികാവസ്ഥയൊന്ന് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ തകർന്ന് തരിപ്പണമായി കാണും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആശുപത്രിയിലേക്ക് പോകാം. ഞാൻ മറ്റൊന്നും വെച്ചിട്ടല്ല പറയുന്നത്. ആശുപത്രിയിൽ പോയി അവിടെ ഒന്ന് തൽക്കാലം 2 ആഴ്ചയെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടക്കാൻ കഴിഞ്ഞാൽ ഈ EDയുടെ ഒരു ഫ്രൈങ് പാനിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ. ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ പിണറായി വിജയനിലേക്കാണെങ്കിൽ, കാരണം നമുക്കറിയാം ഈ മാസപ്പടി എന്ന ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ അതൊരിക്കലും വീണ വിജയൻ അല്ല എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കർത്തയ്ക്ക് സേവനം കിട്ടിയിട്ടുണ്ട്. കർത്ത പറയുന്നുണ്ട് എക്സാലോജിക്കിൽ നിന്ന് സേവനം കിട്ടിയിട്ടില്ല, പക്ഷെ കർത്തയ്ക്ക് സേവനം കിട്ടിയിട്ടുണ്ട്. അത് ആരിൽ നിന്നാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സേവനമേ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 4 വർഷത്തോളം കുഴിച്ചെടുക്കാനുള്ള എല്ലാ അനുമതിയും കിട്ടി. ആ സമയത്താണ് വീണയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ഒഴുകിയത്. അതൊക്കെ ഇപ്പോൾ കൃത്യമായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ എന്തുകൊണ്ട് പിണറായി വിജയനിലേക്ക് എത്താനുള്ള ഒരു നീക്കം നടത്തിയില്ല? ഈ പറയുന്ന കേജ്രിവാളിനൊന്നും കൊടുക്കാത്ത ഒരു പരിഗണന പിണറായി വിജയൻ എന്തുകൊണ്ട് കിട്ടി? ഈ കരിമണൽ കടത്തിന് പിന്നിൽ വലിയ അന്താരാഷ്ട്ര ലോബിയുണ്ട്. നമ്മളീ കാണുന്ന ഈ കറുത്ത ആ കൊമ്പമീശക്കാരനൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ബിഗ് പ്ലെയർ. അത് നമുക്കറിയാം. ദുബായ് കേന്ദ്രീകരിച്ച് മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വലിയൊരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്ക് കേരളം കരുതുന്നതിലുമൊക്കെ ഒരു ഭീകര സ്വത്വമാണ്. അതിനെ നേരിടുക അത്ര എളുപ്പമല്ല. അവർ വിസിബിളല്ല. ഈ കരിമണൽ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിന് പല തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചു. അതിന് വലിയ കോടികളാണ് മറിഞ്ഞത്. ഒരു പ്രദേശത്തിൻ്റെ, ഒരു മേഖലയുടെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആസ്തിയല്ലേ കൊള്ളയടിച്ചത്. നമ്മുടെ ഖജനാവിൽ പണമില്ല എന്ന് വിലപിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, കേരളം പൊതുക്കടത്തിൽ 5 ലക്ഷത്തിലധികം കോടി രൂപ തലയിലേറി നിൽക്കുകയാണ്. ഈ പണം ഏത് വിധേനയും കൊടുത്തു തീർത്തെങ്കിലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയൂ. അത് കൊടുത്തു തീർക്കാൻ കേരളത്തിൽ ഒന്നുമില്ലായ്മയൊന്നുമില്ല. നമ്മൾ അത്ര ദരിദ്രരൊന്നുമല്ല. ഈ ആറാട്ടുപുഴ, ആലപ്പുഴ ഭാഗത്ത് അവിടെയുള്ള ഈ കരിമണൽ, ധാതുമണൽ ശേഖരം എന്ന് പറയുന്നത് 5 ലക്ഷം കോടി മൂല്യം ഒന്നും നിസ്സാരമാണ്. 5 ലക്ഷം മൂല്യമൊന്നും അല്ല ഇതിനുള്ള. 5 ലക്ഷം കോടി മൂല്യമൊന്നുമല്ല. അപ്പോൾ ഇത് എങ്ങനെ മറ്റു കൈകളിലേക്ക് ചോർന്നു പോകാതെ ഈ ധാതു നിക്ഷേപം നമ്മുടെ പൊതുകടം തീർക്കാൻ ഉപയോഗിക്കണം. നമ്മുടെ സർക്കാർ അത്തരം കാര്യങ്ങളാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ 2016 മുതൽ വലിയ കൊള്ളയാണ് നടന്നത്. എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വശത്ത് ധാതുമണൽ കൊള്ള, മറുവശത്ത് അമ്പലം കൊള്ള, സ്വർണ്ണക്കൊള്ള. കൊള്ള എന്നൊരു വാക്ക് ഒരു പതിറ്റാണ്ടിനിടയിൽ എത്ര വട്ടം കേരളം കേട്ടു. അപ്പോൾ എല്ലാം കൊള്ളയടിച്ച് നമ്മൾ മീശമാധവൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, ചേക്ക് വിട്ടൊന്നും പുറത്തു പോയിട്ടില്ല എന്ന്. ഇവിടുന്ന് എല്ലാം പുറത്തു പോയിട്ടേ ഉള്ളൂ. പക്ഷെ അതിനെ ഈ വികസനം എന്നൊരു വാക്കുകൊണ്ട് അതിനെ മൂടി വയ്ക്കാൻ കഴിയും. പക്ഷേ ഈ ചേക്ക് വിട്ട് പുറത്തു പോകാതിരുന്നാൽ മതിയായിരുന്നു. ഇതിൻ്റെ പണം ഏതെങ്കിലും ഒരു രൂപത്തിൽ വികസനമായി കേരളത്തിൽ പൊങ്ങി വന്നാൽ മതിയായിരുന്നു.
അതൊന്നും ഉണ്ടായില്ല. അതിനു പകരം എല്ലാം ചേക്കിൽ നിന്ന് കൊള്ളയടിച്ചു, എല്ലാം മാഫിയകളുടെ കൈകളിലായി. ശശിധരൻ കർത്തയെ പോലുള്ള ചില മുഖങ്ങൾ മാത്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 182 കോടി രൂപ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും മാധ്യമപ്രവർത്തകർക്കും എടുത്ത് വീശി എന്ന് പറയുമ്പോൾ എന്ത് മാത്രം അഴിമതി ഇതിന് പിന്നിലുണ്ടാകാം? ഈ 182 ഡയറി കുറിച്ച് വെച്ചത് വളരെ പ്രധാനപ്പെട്ട പേയ്മെന്റ്സ് ഒന്നും ഡയറി കുറിച്ച് വെക്കാറില്ലല്ലോ. അവിടെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ പേരുകൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ മാധ്യമങ്ങളിൽ കുറച്ച് പേരുടെ പേരുകൾ മാധ്യമങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഈ ഒരു കാലഘട്ടത്തിൽ കരിമണൽ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു മാധ്യമങ്ങളും കൊടുക്കുന്നില്ല. ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ എല്ലാം കത്തി വന്നേ. നേരത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളെയും ചാനലുകളുടെയും വാ മൂടിക്കെട്ടിയ പിന്നെ ഒന്നും പുറത്തേക്ക് കേൾക്കില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, PR ക്യാമ്പയിൻ തുടങ്ങിയ പുതിയ കലാപരിപാടികളിലേക്ക് കടന്നു. ഇപ്പം കുറച്ച് പേരൊക്കെ സത്യം വിളിച്ചു പറയും. അതുകൊണ്ട് എല്ലാവരുടെയും വാ മൂടിക്കെട്ടാൻ കഴിയില്ല. കുറച്ച് പേരുടെ വാ മൂടിക്കെട്ടിയാൽ ഈ സത്യം വിളിച്ചു പറയുന്നവരുടെ വാർത്തകൾ വലിയ എക്കോ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് പണം കൊടുത്ത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്ര എളുപ്പമല്ല. ഇത് 2019-20 കാലഘട്ടത്തിലാണ് ഈ പണം വാരി എറിഞ്ഞത്. പക്ഷേ പണം വാരി എറിഞ്ഞ് അവർ കോടികൾ കൊയ്തെടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 18 കോടി രൂപ കണ്ടുകെട്ടിയിരിക്കുന്നതല്ല, മരവിപ്പിച്ചിരിക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടും. CBI പോലൊരു ഏജൻസി കളത്തിലിറങ്ങിയാൽ പലരുടെയും കയ്യിൽ വിലക്ക് വീഴും. അതിനുള്ള ആർജവം കേന്ദ്ര സർക്കാരിനുണ്ടോ? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടോ? ഇതിൻ്റെ അലയൊലികൾ ഏതൊക്കെ പാർട്ടികളെ അവതാളത്തിലാക്കും? അതാണ് നമുക്കറിയേണ്ടത്. ഈ കേന്ദ്ര സർക്കാരിന് ആ ആർജവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ലാവലിന് അവിടെ ഇങ്ങനെ ഇട്ട് പൊടി പിടിച്ച് കിടക്കുകയാണ്. അതുപോലെ ഇതും ആകുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം മാസപ്പടി നമ്മൾ എത്രയോ കൊല്ലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അവർ വിചാരിച്ചാൽ മാത്രം അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. ഈ CPM പോലൊരു പാർട്ടിക്ക് നമ്മൾ കരുതുന്നതിലും അപ്പുറം വലിയ ബന്ധങ്ങളുണ്ട്. ഡൽഹിയിൽ, സംസ്ഥാനത്ത് മലയാളികൾ എത്താത്ത സ്ഥലമില്ല. ഈ മലയാളികളുടെ കുറുക്ക ബുദ്ധി ചെല്ലാത്ത ഇടങ്ങളുമില്ല. അതിന് സുപ്രീം കോടതിയിലായാലും മറ്റ് ഏത് അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിലായാലും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നേരത്തെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം, അന്നൊക്കെ ആ കസ്റ്റംസ് അന്വേഷണം, ആ കസ്റ്റംസിലൊക്കെ CPMകാരുണ്ടായിരുന്നു. നമ്മൾ അവരെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്തിനാണ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ വെറുപ്പിക്കുന്നത്? എന്തിനാണ് അവരുടെ കണ്ണിലെ കരടാകുന്നത്? എല്ലാ ഉദ്യോഗസ്ഥർക്കും ഷൗക്കത്തിലാകാൻ കഴിയില്ല. എല്ലാവർക്കും ഇരട്ടച്ചങ്കില്ല. ജീവിതത്തിൽ ഈ ഭാര്യയും കുട്ടികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയൊക്കെ വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തുമ്പോൾ ഭാര്യ വരട്ടും, നിങ്ങൾ ആവശ്യമില്ലാത്ത ചൊറയൊന്നും പിടിക്കാൻ പോകരുത്, ഇവിടെ കുട്ടികൾക്ക് അച്ഛൻ വേണമെന്ന്. അപ്പോൾ ഈ ജീവൻ അതൊരു വല്ലാത്ത ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവനിൽ കൊതി അതുമൂലം പലതും അട്ടിമറിക്കപ്പെടും. അതിന് ലാബലിനായാലും സ്വർണ്ണക്കൊള്ളയായാലും ഈ കരിമണൽ കൊള്ളയായാലും ഇതൊക്കെ ഇങ്ങനെ പലതും ഉയർന്നു വരും, താഴേക്ക് പോകും. പക്ഷെ ജനങ്ങൾ അവരുടെ വകതിരിവിനെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ടാണല്ലോ UDF അധികാരത്തിലേറിയത്. പക്ഷേ UDFും ഇവിടെ ഇരട്ടത്താപ്പ് കളിക്കുന്നുണ്ട്. കാരണം UDFനെ സംബന്ധിച്ചും ഇരട്ട നീതി എന്നൊരു പ്രയോഗം എപ്പോൾ വേണമെങ്കിൽ ഈ കേസിൽ ഉയർന്നു വരാമെന്ന് അവർക്കറിയാം, അവരുടെ ഉള്ളിലറിയാം. പക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്നത് BJP ആണ്. BJP പൂർണ്ണ നിശബ്ദതയിലാണ്. അതിനുള്ളൊരു കാരണം ഞങ്ങളതിൽ ആവേശം കാണിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നണ്ട എന്നുള്ളതാണ് BJPയുടെ ഒരു സമീപനം ഇപ്പോൾ. പക്ഷെ പലപ്പോഴും പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ, അതിൽ ഇച്ഛാശക്തിയോടെ കേരളത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ അവരും പരാജയപ്പെടുന്നു. ജനം ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു സ്കാനർ എന്ന് പറയുന്നത്, സ്കാനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ നിരീക്ഷണമാണ്. ആ റഡാറിൽ നിന്ന് ഒരു അഴിമതിക്കാരും രക്ഷപ്പെടില്ല. ആ ഒരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ. വീണ വിജയൻ ബുധനാഴ്ച, ഇനി അധികം ദിവസമൊന്നുമില്ല, ബുധനാഴ്ച നമുക്ക് ആ ഒരു ഫൈനൽ കോൾ അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അതായത് പിണറായി വിജയന് 82 വയസ്സാണ്. 82 വയസ്സിനോടകം ഇപ്പം മകളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകുന്നു. ഇത്രത്തോളം ഈ പ്രഷർ താങ്ങാനുള്ള ഒരു ഇരട്ടച്ചങ്കൊക്കെ ആ മനുഷ്യനുണ്ടോ? ഒരു അറ്റാക്ക് വന്ന് വീണു പോകില്ലേ? സാധാരണക്കാരനെങ്ങാനുമാണ് എപ്പോഴേ വീണു പോയേനെ. പിണറായി വിജയൻ അതോ ഇനി മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണോ? പിണറായി വിജയൻ്റെ ഔദ്യോഗിക രേഖകളാണ് 82 വയസ്സ് പറയുന്നത്. ചില അനൗദ്യോഗിക രേഖകളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പറയും. എന്തായാലും ഈ പ്രായത്തിലും ഇത്രയധികം അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടും ജനങ്ങൾക്ക് മുന്നിൽ ഒന്നുമില്ലാതെ, പതർച്ചയില്ലാതെ കൈ ഉയർത്തി കാട്ടാനുള്ളൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ. അത് 2 കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ മടിയിൽ കനമില്ലാത്ത ആളുകൾ. പക്ഷെ മടിയിൽ കനമില്ലാത്തവർക്ക് ഇത്രയധികം ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വശത്ത്
ഇങ്ങനെ ED ഉദ്യോഗസ്ഥരെ ആളെ വിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല. കാരണം സുതാര്യമാണെങ്കിൽ കൈ രണ്ടും തുറന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വരാം. ആരോട് വേണേലും വീട്ടിൽ കയറി പരിശോധിച്ചിട്ട് എന്ത് വേണേലും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് ആ ഭൂമുഖത്ത് വന്ന് കുത്തി ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഒരു പരിഹാസ ചിരിയോടെ ഇരിക്കാം. പക്ഷെ അതെല്ലാം ഉണ്ടായത് അവരെ വെല്ലുവിളിച്ച ഒരു ചുരുട്ടിയ മുഷ്ടിയാണ് അന്ന് അവിടെ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ കാരണം ഞാൻ പറയുന്നില്ല. എന്തായാലും ബുധനാഴ്ച വീണയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഇതുവരെ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും SFIOയുടെയും ഒക്കെ ചോദ്യം ചെയ്യൽ നേരിട്ടത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഒരു പ്രിവിലേജും പവറും ഒക്കെ കൊണ്ടായിരുന്നു. ആ സമയത്ത് വീണയ്ക്ക് പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അവർ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ നാവിൻ തുമ്പിൽ വരുന്ന ഓരോ വാക്കുകളും പിണറായിയിലേക്കുള്ള ഓരോ താക്കോലുകളാണ്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. നന്ദി, നമസ്കാരം.